ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശ. നമ്മൾ ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി കുതിർക്കണ്ട, അരിമാവ് പുളിക്കാനും വെക്കണ്ട. നമുക്ക് 15 മിനിറ്റ് കൊണ്ട് സോഫ്റ്റ് ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പം ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. റവ എടുക്കുമ്പോൾ വറക്കാത്ത റവ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പുളിയില്ലാത്ത തൈരും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് റവയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കാം. ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ചാൽ മതിയാവും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 സ്പൂൺ പരിപ്പ് നമുക്ക് ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാം. ഉഴുന്ന് പരിപ്പ്, ചെറുപയർ പരിപ്പ് ഏത് വേണമെങ്കിലും എടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഈ സവാള അധികം വഴറ്റേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റവയൊക്കെ നല്ല പോലെ ഇപ്പോൾ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ റവ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. റവ അരച്ചെടുക്കുന്ന സമയത്ത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. നമ്മൾ ദോശൻ്റെ മാവ് അരക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം അരക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ലൂസായിട്ടാണ് ഉള്ളത്. ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ കൂടിപ്പോവരുത്, കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് 1 ടീസ്പൂണ് 3/4 ടീസ്പൂൺ ആയാലും മതിയാവും. 1 ടീസ്പൂണൊന്നും വേണമെന്നില്ല. 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ തന്നെ മതിയാവും. എന്നിട്ട് നല്ല പോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാവ് നല്ല പോലെ ഒന്ന് പൊങ്ങി വരും. ഇപ്പോൾ നമ്മൾ മാവൊക്കെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ദോശൻ്റെ മാവൊക്കെ പോലെ നല്ലൊരു പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ചുട്ടെടുക്കാം. ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് മതിയാവും, ഇത് കുറച്ച് കൂടുതലായിപ്പോയതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ദോശമാവ് ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നല്ല കുറച്ച് വണ്ണം വേണ്ടവരാണെങ്കിൽ 1.5 തവി ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ 1 തവി ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ദോശൻ്റെ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തന്നെ തിരിച്ചും മറിച്ച് വിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 3 ചെറിയുള്ളി, 1 തക്കാളി ഞാൻ മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ചട്നി വേണ്ടവരാണെങ്കിൽ തക്കാളിൻ്റെ ചെറിയുള്ളിൻ്റെ ഒക്കെ അളവ് കൂട്ടിക്കൊടുക്കുക. അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇതിലും ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തക്കാളീൻ്റെ വെള്ളത്തിൽ തന്നെ ഇത് അരഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ചട്നി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചിട്ട് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും, കുറച്ച് കറിവേപ്പില, 1 വറ്റൽമുളക്, കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഇതിൻ്റെ പച്ചമണം മറന്നവരൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചട്നിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. ചെറിയൊരു പുളിയോട് കൂടിയിട്ടുള്ള ഈ ചട്നിയും ദോശയിലുള്ള ആ ഒരു സവാളയും അതെല്ലാം കൂടി ചേരുമ്പോൾ ഈ ദോശയും ചട്നിയും കൂടി നല്ല ടേസ്റ്റാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ല ചൂടോടെ തന്നെ നല്ല സോഫ്റ്റ് നല്ല പഞ്ഞി പോലുള്ള ദോശയാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.